ഹായ് ഫ്രണ്ട്സ്, ശിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചോറ് വെച്ചിട്ട് ഒരു ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഹൽവയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു മാവ് പരുവത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് 3 ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മധുരമൊക്കെ വേണ്ടവർക്ക് 4 ശർക്കര ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര പാനിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് കുറച്ചധികം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചോറ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ശർക്കര പാനിയാക്കിയത് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചോറ് കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മളിത് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഇതിലോട്ട് 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ചേർത്തുകൊണ്ടിരിക്കണം. അതായത് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. റവ ചേർത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ടിയാവും കേട്ടോ. റവയൊക്കെ ചേർത്തതിൻ്റെ പേരിൽ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ചും കൂടി ശർക്കര പാനി ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്കൊന്നുകൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്കിത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവലാക്കി എടുക്കാം. ഇനി ഇത് തണിയാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് തണിഞ്ഞിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചോറ് വെച്ചിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.